കന്യക മേരിയമ്മ എന്ന പാട്ട് ഒരിടയ്ക്ക് എല്ലാവരുടെ നാവുകളിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരുന്നതാണ്. അതിനകത്തൊരു സ്റ്റാൻസ് ഇങ്ങനെയാണ്: ഭൂമിയിൽ സാത്താൻ്റെ ആദ്യത്തെ ശത്രു നീ ആദാമിൻ മോചനമേ. ഞാൻ അങ്ങനെ ഈ വരികളെ ധ്യാനിച്ചപ്പോൾ ഭൂമിയിൽ സാത്താൻ്റെ ആദ്യത്തെ ശത്രു എന്ന വിശേഷണം പരിശുദ്ധ കന്യകാമറിയത്തിനാണ്. ബൈബിളിലെ പുതിയ നിയമത്തിൽ മാത്രമേ നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തെ കാണുന്നത്. പഴയ നിയമം ഉൽപ്പത്തി തൊട്ട് മലാക്കി വരെയുള്ള 46 പുസ്തകം ഉണ്ടായിട്ടും അതിലൂടെ ഒരുപാട് പ്രവാചകന്മാരും രാജാക്കന്മാരും ന്യായാധിപന്മാരും ജീവിച്ച് മരിച്ച് കടന്നു പോയിട്ടും ഇതുവരെ സാത്താൻ്റെ ശത്രുവാൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. കാരണം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവരെല്ലാവരും സാത്താൻ്റെ അധീനരായവരാണ്. പക്ഷേ പരിശുദ്ധ അമ്മ മാത്രമേ പാപം ലവലേശമേൽക്കാതെ ജീവിതത്തിൽ സാത്താനെ വിജയിച്ചിട്ടുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാവരും സാത്താനും അവൻ്റെ പ്രവർത്തികൾക്കും പാപത്തിനൊക്കെ കീഴ്പ്പെട്ടു പോയിട്ടുള്ളവരാ. ജോബിനെ പരീക്ഷിച്ച പോലെ വലിയ പരീക്ഷണങ്ങൾ കൊണ്ടൊന്നും സാത്താൻ നമ്മളെ പരീക്ഷിക്കാറില്ല. പക്ഷേ നമ്മുടെ വീക്ക് പോയിന്റ് എവിടെയാണെന്ന് കൃത്യമായിട്ട് സാത്താൻ അറിയാം. അത് നോക്കിയേ ആ മർമ്മത്തിൽ അവൻ കയറി പിടിക്കുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവൻ നമ്മളെ പരീക്ഷിക്കുന്നത്. ഒന്ന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് അലാം അടിച്ച് 5 മിനിറ്റ് കൂടി കിടന്നിട്ട് എഴുന്നേക്കാന്ന് ചിന്തിച്ച് ഒന്ന് കിടന്നുറങ്ങുമ്പോഴല്ലേ അതൊരു 1 മണിക്കൂറായി അങ്ങ് മാറും. പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് ആൾക്കാർ തിരിച്ചു വരുമ്പോഴും നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടാവില്ല. അവിടെ സാത്താനാണ് ജയിച്ചത്. അതുകൂടാതെ നമ്മുടെ അപ്പച്ചന്മാരല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളൊക്കെ ന്യൂ ഇയറിനോ അവരുടെ ബർത്ത്ഡേക്കൊക്കെ പുതിയ തീരുമാനങ്ങൾ എടുക്കും. മദ്യപാനം വേണ്ടെന്ന് വെച്ചൊരു തീരുമാനം എടുത്തെന്ന് വിചാരിക്കും. പക്ഷേ സെലിബ്രേഷനുകളൊക്കെ കൂട്ടുകാർ ഒരുമിച്ച് കുറെ കുപ്പികളൊക്കെ നിരത്തി വയ്ക്കുമ്പോൾ എടാ ഒരു പെഗ്ഗെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ അവരുടെ സന്തോഷത്തെ പ്രതി നമ്മുടെ തീരുമാനം അങ്ങ് മാറ്റി വയ്ക്കും. അവിടെയും സാത്താനാണ് ജയിച്ചത്. പിന്നെ വളരെ സമാധാനത്തിൽ പോകുന്ന കുടുംബങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ സാത്താന മനസ്സമാധാനം ഉണ്ടാവില്ല. അവിടെയും നമ്മൾ കേൾക്കുന്നത് മറ്റുള്ളവരുടെ സ്വരമാണെങ്കിൽ സാത്താനാണ് നമ്മൾ അതിലേക്ക് നയിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മളും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പോലെ ബലഹീനമായ വഴികളിലൂടെ സഞ്ചരിച്ച് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സാത്താനെ കീഴ്പ്പെട്ടിരിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ തീരുമാനങ്ങൾ ഉറച്ച തീരുമാനങ്ങളാക്കി മാറ്റാനും ദൃഢനിശ്ചയത്തോടെ വേണ്ടാത്ത കാര്യങ്ങളോട് നോ പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെ പോലെ സാത്താനെ ശത്രുവാക്കാൻ നമുക്ക് സാധിക്കും. സർപ്പത്തിന്റെ തല തകർത്തത് സൂര്യനെ ഉടയാളയാക്കിയവളാണ് പരിശുദ്ധ മറിയം. ഇന്നോളം ഒരു സ്ത്രീയും ഇത്ര വലിയ സാഹസത്തിന് മുതിർന്നിട്ടില്ല. ആ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ സാത്താന്റെ പരീക്ഷണങ്ങളുടെ മുൻപിൽ തോറ്റുപോകാതെ സധൈര്യം വിശുദ്ധിയോടുകൂടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.